ഈ കാണുന്ന ഏരിയയിലാണ് നമ്മൾ റൗണ്ട് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയൊക്കെ ഈ ഇതുപോലുള്ള കുരട്ടി കല്ലുകളുള്ളത്. അപ്പോൾ കുറച്ച് നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് കുഴിയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബാക്കി ഏരിയ നമുക്ക് ഇതേ മണ്ണിടണം. സെൻറ്റർ ഭാഗം കുറച്ച് കുഴിയും ഒരു ചട്ടി പോലുള്ള ആകൃതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ആകൃതിയാണ് നമ്മളാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 2.5 ഡയാമീറ്ററിൻ്റെ ടാങ്കാണ്, റൗണ്ട് ടാങ്കാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു അളവിൽ നമ്മളിവിടെ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ സെൻറ്റർ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്, സ്ലോപ്പായിട്ട് സെൻറ്റർ ഭാഗം കുഴിയാണ്. പിന്നെ ഇവിടെ ഈ വീട് പൊളിച്ച സമയത്ത് കുരട്ടിയിട്ടിട്ടാണ് ഇവിടെ കുറച്ച് തൂർത്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഇനി നമുക്ക് കൂടുതലായിട്ട് താഴ്ത്താൻ വയ്യ, കുരട്ടി ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തർ ചെയ്യാൻ. അവരവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ 2.5 ഡയാമീറ്ററിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ മെഷ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ മെഷ് ഇപ്പോൾ 1 ഇഞ്ച് സ്ക്വയറിൻ്റെ മെഷാണുള്ളത്. ഇതിൻ്റെ എത്ര എക്സ്പെൻസ് വന്നുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഈ മെഷ് നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. മെഷ് വാങ്ങിയ സമയത്ത് റോൾ ചെയ്ത് വന്നതായിരുന്നു, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈഡിൽ തൽക്കാലം ഇപ്പോൾ ഇരുമ്പിൻ്റെ കുറ്റിയുണ്ട്, ഇരുമ്പിൻ്റെ കമ്പി, കോൺക്രീറ്റ് കമ്പി, അത് അടിച്ച് താത്തിയിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ വെച്ച് നമ്മുടെ കെട്ട് കമ്പി കൊണ്ട് കെട്ടിയിട്ടുള്ളത്. ഏറ്റവും ചിലവ് കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വെൽഡറുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഈ സൈഡ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ ഒരു സൈഡ് അകത്തേക്ക് വന്നിട്ടുണ്ട്, ഒരു സൈഡ് പുറത്തേക്കും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെൽഡ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വെൽഡർ, ഇനിയിപ്പോൾ നമ്മുടെ സുഹൃത്ത് വെൽഡർ ഉണ്ട്. അപ്പോൾ അവന് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഷീറ്റ് ഇറക്കിയിടണം. ഷീറ്റ് ഇറക്കിയിടാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്നും കൂടി അറേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ആദ്യം എല്ലാം സെറ്റ് ചെയ്ത്, ഇപ്പോൾ മണ്ണൊക്കെ നീങ്ങിയിട്ട് അവിടെയൊക്കെ കല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഷീറ്റ് ഇറക്കിയിടാണ്ട്. അപ്പോൾ ആ ഷീറ്റ് ഇറക്കിയിടുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാണ്ട്. ആദ്യം നമുക്കിനി വെൽഡർ വന്നിട്ട് ഇത് സ്പോട്ട് അടിക്കാണ്ട്. അപ്പോൾ നമുക്ക് വെൽഡർ വന്ന് സ്പോട്ട് അടിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മുടെ മെഷീൻ്റെ വെൽഡിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒക്കെ സെൻറ്ററിലൊക്കെ സ്പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. വെൽഡിങ് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാലും ഈ ഷീറ്റ് ഒന്ന് ഇതിലേക്ക് ഇറക്കി വെക്കണം. അങ്ങനെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് ഇവിടെ വിരിച്ചിട്ടുണ്ട്. നമ്മൾ റൗണ്ട് ടാങ്കിൻ്റെ ആദ്യം മെഷ് അടിച്ച് വെൽഡ് ചെയ്തതിന് ശേഷം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഷീറ്റാണ്, ഇത് നമ്മളെ കാർപ്പറ്റിൻ്റെ താഴെ ഇടുന്ന ഷീറ്റാണിത്. ഇതാണ് നമ്മൾ വിരിച്ചിട്ടുള്ളത്. ഇവിടെ അടിവശത്തും വിരിച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കേബിൾ ടൈ യൂസ് ചെയ്തിട്ടുണ്ട്. താർപോളിന് ഇവിടെ നമുക്ക് കണ്ണൂരിൽ നിന്ന് പാഴ്സൽ വന്നിട്ടുള്ളതാണ്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെയാലും ഇനി അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വിരിക്കാം. അങ്ങനെ നമ്മൾ റൗണ്ട് താർപോളിന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പാക്കറ്റ് പൊട്ടിച്ച് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു ഷീറ്റും കൂടി ഇട്ട് നല്ല രീതിയിൽ തന്നെ സേഫ്റ്റി ആയിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. GSMൻ്റെ പായാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ട്. 2.5 ഡയാമീറ്ററിൻ്റെയാണ് ഈ ടാങ്ക്. അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. ഇനി എന്ത് ചെയ്യാൻ അറിയാമോ, അങ്ങനെ വെച്ചിട്ട് ഒരടി പുറത്തേക്ക് മുടക്കിക്കാം. എന്നിട്ട് എല്ലാ സൈഡും അങ്ങനെ കയറ്റി വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ടാങ്ക് നിർമ്മാണം ഏകദേശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി സെറ്റാക്കാണ്ട്, വെള്ളം നിർത്തുമ്പോൾ ബാക്കി സെറ്റാക്കാൻ വിചാരിച്ച് നമ്മളിപ്പോൾ ഈ റൗണ്ട് ഷേപ്പിനനുസരിച്ച് തന്നെ നമ്മൾ ടാങ്ക് വിരിച്ചിട്ടുണ്ട്.
പിരിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലായിട്ടുള്ള വെള്ളം നിറക്കലല്ല ഇത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പുറത്തിപ്പോൾ കമ്പനിയിൽ നിന്ന് റെഡിയാക്കിയിട്ട് റൗണ്ടിൽ ഉണ്ടാക്കിയിട്ടാണ് ഇതിവിടെ എത്തിയിട്ടുള്ളത്. കൊറിയർ വഴിയാണ് നമുക്കിവിടെ എത്തിയുള്ളത്. അപ്പോൾ അതിൽ ചിലപ്പോൾ കെമിക്കൽ റിയാക്ഷനോ മറ്റോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പൊടികളും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ചെറിയ രീതിയിലൊന്ന് കഴുകുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ചെറിയ പൈപ്പ് കൊണ്ട് വെള്ളം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ബിരിയാണിക്കൊക്കെ വെള്ളം ഇതിൽ നിർത്തും. ഇതൊന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ബാക്കി നാളെയാണ് ഇതിൽ വെള്ളം നിർത്തുക. നാളെ വെള്ളം നിർത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചുളുക്കുണ്ടല്ലോ, ഈ ചുളുക്കൊക്കെ നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കൽ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴ്ഭാഗത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ താഴ്ഭാഗം ചെറിയ രീതിയിലുള്ളൊരു കുഴിയാക്കിയിരുന്നത്, ഒരു ചട്ടി ഷേപ്പ് മോഡൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താഴ്ഭാഗത്ത് വെള്ളം നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ സൈഡിലൊക്കെ ഇപ്പോൾ വെള്ളം നല്ല കുഴിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ഈ സൈഡിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതന്നെ നമ്മൾ ഉദ്ദേശിച്ചതും ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട്, അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം നിർത്തുന്ന സമയത്താണ് ഈ ചുളുക്കം, ഇപ്പോൾ ഇവിടെ കാണുന്ന ചെറിയ രീതിയിലുള്ള ചുളുക്കം കാണുന്നുണ്ട്. അത് നല്ല രീതിയിൽ, ഇതിപ്പോൾ മെഷാണ്, ഈ മെഷ് വെള്ളം നിൽക്കുന്ന സമയത്ത് ശരിക്കും ഇത് ലോഡാവും, കണ്ടില്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് ലോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുളുക്കൊക്കെ പോകുന്ന വിചാരിക്കണം. നമ്മൾ 2.5 ഡയാമീറ്ററാണ് നമ്മൾ അളവെടുത്തിരുന്നത്. ഇൻ കേസ് അളവിൽ ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററിൻ്റെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചുളുക്കം കൂടാനും ചാൻസ്. അപ്പോൾ മാക്സിമം നമ്മൾ അളവെടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ അളവെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇൻ കേസ് അളവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ചുളുക്കം വരാൻ ചാൻസ് ഉണ്ട്. താൽക്കാലികമായിട്ടായിട്ട് അപ്പോൾ നമ്മളിവിടെ ഈ നാടൻ കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കത് സമയം പോലെ അത് കൊടുക്കണം. അത് നാളെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാങ്ക് നല്ല വൃത്തിയിലൊന്ന് കഴുകാൻ പോവാണ്. കഴുകിയിട്ട് ഈ വെള്ളം ഒരു കാലിൻ്റെ ഞെരിയാണിക്കുന്നുള്ള രീതിയിൽ വെള്ളം ഇതിൽ ലോഡ് ചെയ്തിട്ട് തന്നെ നിർത്തും. നാളെ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളം ഇതിൽ റീഫിൽ ചെയ്യും. റീഫിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളിതിൽ മത്സ്യത്തെ നിക്ഷേപിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വെള്ളം മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ച് വറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇതിൽ നിന്ന് വന്നുള്ള വേസ്റ്റാട്ടോ, ലാസ്റ്റ് വന്നുള്ള വെള്ളമാണത്. അപ്പോൾ നമ്മൾ അടിച്ച് വെള്ളമൊക്കെ വറ്റിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഫൈനലായിട്ടുള്ള വെള്ളം റീഫിൽ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇനി നമുക്ക് ഇതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ നെറ്റൊക്കെ ഇട്ട് മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്, കച്ചറൊന്നും വീഴാതിരിക്കാൻ. ഉള്ളിൽ ഏകദേശം 1 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ വെള്ളം നിർത്തിയിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇത് ഈ ഹൈറ്റിൽ 1 മീറ്റർ ഹൈറ്റിൽ വെള്ളം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടാങ്ക് നിർമ്മിക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 760 GSMൻ്റെ ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള ഷീറ്റ്, ഓൾറെഡി അങ്ങനത്തെ ഷീറ്റാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 760 GSM വന്ന് ഏകദേശം 4650 രൂപയാണ് നമുക്ക് ഈ ഒരു ഷീറ്റിന് വേണ്ടി മാത്രം വന്നുള്ളത്. പിന്നെ ഏകദേശം ഒരു 2350 രൂപയോളം നമുക്ക് ഈ മെഷ് ഉണ്ടല്ലോ, റൗണ്ട് മെഷ്, ഈ മെഷിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 7000 രൂപ വന്ന്. പിന്നെ ഇതിന് വേണ്ടി ചിലവായത് ഇപ്പോൾ ഇവിടെ കാണാം, നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റാണിത്. ഇത് നമ്മുടെ കാർപ്പറ്റൊക്കെ നിലത്ത് വിരിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന ഒരു സ്പോഞ്ചിൻ്റെ ഷീറ്റാണ്. ഇത് ഏകദേശം 1000 രൂപയോളം വന്നു. ഇത് ഈ സൈഡിൽ മൊത്തത്തിൽ വിരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്ത് വിരിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു ചിലവ് വന്നുള്ളത്. അങ്ങനെ ടോട്ടൽ ചിലവ് വന്നത് ഏകദേശം ഈ ഒരു ടാങ്കിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ചിലവ് വന്നത് 7000 രൂപയാണ് ചിലവ് വന്നത്. നമ്മളിതിവിടെ ഈ ടാങ്ക് നിർമ്മിച്ച് ഏകദേശം 2-3 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിർമ്മിച്ചത്. ആദ്യം നമ്മൾ ഈ സ്ഥലം അളന്നിട്ട് നിലം ഒരുക്കുന്ന ആദ്യ ദിവസം ചെയ്ത്, പിന്നെ ഒരു ദിവസം മെഷ് വെച്ച്, പിന്നെ ഒരു ദിവസം വെൽഡറെ കൊണ്ട് വെൽഡ് ചെയ്യിച്ച്, പിന്നെ ഇന്നലെ നമ്മൾ ഈ ഷീറ്റ് വിരിച്ച് വെള്ളം നിർത്തി, പിന്നെ അതുപോലെ തന്നെ കഴുകിയിട്ട് പിന്നെ അടുത്ത ദിവസം ഇന്ന് നമ്മൾ ഷീറ്റ് വിരിച്ചിട്ട് വീണ്ടും വെള്ളം റീഫിൽ ചെയ്ത്. ശരിക്കും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ലേബർ ചാർജ് മതിയാവും. ഓരോരുത്തർക്ക് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഈ മെഷ് ഇരിക്കുന്ന സമയത്ത് വേറെ 1-2 ആൾ ഹെൽപ്പ് മതിയാവും. അതാരുടെങ്കിലും ഹെൽപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത്ര വരില്ല, ഏകദേശം
ഒരാളെ മാൻ പവർ വരുള്ളൂ. ഒരു 700 രൂപ മാൻ പവർ കൂട്ടുകയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചായ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ സഹായം വേണ്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് ഏകദേശം ഒരു 1000 രൂപ ഒക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 7000 രൂപ മെഷീനും ഷീറ്റിനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഈ സേഫ്റ്റി കിട്ട ഷീറ്റിന് ഏകദേശം 1000 രൂപ, 8000, പിന്നെ ഒരു ലേബർ കോസ്റ്റ് 9000 രൂപ. ഏകദേശം 9000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനൊരു ടാങ്ക് നിർമ്മിക്കാവുന്നതാണ്. പിന്നെ അഡീഷണൽ കോസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ. ഈ മെഷ് നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓട്ടോ ചാർജ് എന്തെങ്കിലും വരും. പിന്നെ ഇതിപ്പോൾ ടൗണിൽ ആണ് എത്തുന്നത്, കൊറിയർ വഴിയാവും ഈ ഷീറ്റ് എത്തുക. അപ്പോൾ ടൗണിലാണ് ഇത് എത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ബസ്സിനോ വണ്ടിക്കോ പോയിട്ട് തീർത്തുകൊണ്ടിരണം. അങ്ങനെയാണെങ്കിൽ പെട്രോളിൻ്റെ ചാർജ്, ബാക്കി എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ ഈ ഒരു ടാങ്കിന് നിർമ്മാണ ചെലവ് ഏകദേശം 10000 രൂപയോളം വരും. ഈ ഒരു ടാങ്കിന് നിർമ്മാണ ചെലവ്. അതുപോലെ തന്നെ ഇനി ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം ഈ ടാങ്കിൻ്റെ ഹൈറ്റ് ഇവിടെ 4 അടി ഹൈറ്റായിട്ടുള്ളത്. 2.5 ഡയാമീറ്റർ ചുറ്റളവ്, അതായത് റൗണ്ട് 2.5 ഡയാമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അങ്ങനത്തെ ഒരു ടാങ്കാണ് സെറ്റ് ചെയ്തത്. ഇതിലിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു ലിറ്റർ കണക്കാക്കുകയാണെങ്കിൽ πr² വെച്ചാൽ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 3.14 ആണ് പൈയുടെ വാല്യൂ ഇൻറ്റു ഇതിൻ്റെ ഡയാമീറ്റർ 2 ആണ്. അപ്പോൾ 1.25 ഇൻറ്റു 1.25 ഇൻറ്റു ഹൈറ്റ്. നമ്മളിപ്പോൾ ഹൈറ്റ് നമ്മൾ പറഞ്ഞ 4 അടിയാണ് ഇതിൽ ഹൈറ്റ് ഉള്ളത്. ഏകദേശം നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, 1 അടി 1 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ വെള്ളം നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4.906, അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 1000 4900 ലിറ്റർ വെള്ളം കൊള്ളും ഈ ടാങ്കിൽ. നമ്മളിപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ, വെള്ളം കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയായാലും ഏകദേശം ഒരു 5000 ലിറ്റർ വെള്ളം ഈ ഒരു ടാങ്കിൽ കൊള്ളുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഏത് തരം മീനുകളാണ് ഇടാൻ പോകുന്നതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് തരം മത്സ്യങ്ങളാണ് ഇതിലിടുന്നത്, അപ്പോഴാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നമ്മൾ മുമ്പ് ഇതേമത്തെ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷണലിസം ഒന്നും ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ഈ ചൂടിക്കാരട്ടൊക്കെ കെട്ടിയില്ല. പക്ഷേ നമുക്ക് വലിയ കയറിട്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് അത്ര ലൂസ് ടൈറ്റൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മെഷൊക്കെ വെച്ച് കാരണം തന്നെ ഇതൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു പക്ക പ്രൊഫഷണലിസം ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫൈനലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു പക്ഷേ ഇവിടെ കുറച്ച് ചുളുക്കം കാണുന്നുണ്ട്, ചെറിയ രീതിയിൽ ചുളുക്കം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള 2.5 ഡയാമീറ്ററാണ് ഇങ്ങനെയുള്ള അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2.5 മീറ്റർ എടുത്ത സമയത്ത് ചിലപ്പോൾ അളവ് എവിടെയെങ്കിലും നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷം ഈ ചുളുക്കം വരാൻ ചാൻസ് ഉണ്ട്. കാരണം അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ചുളുക്കം വരും, അളവ് കുറച്ച് കൂടുതലാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇത് മടക്കി വരുന്നിടത്ത് ചിലപ്പോൾ നല്ല ടൈറ്റായിരുന്നു. എങ്കിലും ഇപ്പോൾ കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ സക്സസ് തന്നെയാണ് സംഭവം. ഇനിയിപ്പോൾ മീൻ ഇടുന്ന സമയത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. കാരണം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു ഡ്രൈനേജ് പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ താഴ്വശം നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് താഴെ നല്ല കുണ്ടുണ്ട് ഈ ഭാഗത്തേക്ക്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പൈപ്പ് വലിച്ചിടാനുള്ള പ്ലാനിങ്, പിന്നെ എക്സ്പെൻസ് കുറക്കാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചിലവിൻ്റെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ മുകളിൽ നമ്മൾ നെറ്റ് എന്തെങ്കിലും ഇടണം. അപ്പോൾ അതിനൊരു കോസ്റ്റ് കാണണം. പിന്നെ ഇതിൽ മെറ്റീരിയൽ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെഷ്, പിന്നെ അതുപോലെ തന്നെ ഷീറ്റ്, പിന്നെ സേഫ്റ്റി കിട്ടുന്ന ഷീറ്റ്, ഇത് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ 7000-8000 രൂപ വന്നിട്ടുള്ളൂ. ബാക്കി ലേബർ കോസ്റ്റാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ പെട്രോൾ ചാർജും മറ്റ് എക്സ്പെൻസും കാര്യങ്ങളും. അപ്പോൾ ഈ ലേബർ കോസ്റ്റും മറ്റ് എക്സ്പെൻസൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ 8000 രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ലൊരു ടാങ്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ ഏതൊരാൾക്കും കഴിയുന്നൊരു സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ മെഷ് വിരിക്കുന്ന സമയത്ത് വേറെ 1-2 ആളെ സഹായം വേണ്ടി വരും. അതിൽ കൂടുതൽ ആൾക്കാരെ സഹായം ഇതിന് വേണ്ട, സ്വന്തമായിട്ട് ചെയ്യാവുന്നത് തന്നെയാണ്.